Jingle Bells Choir Fest 2024. Brought to you by Filippo Samuel, Sam, financial advisor and registered representative of Blue Ocean Wealth Solutions. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. അമേരിക്കയിലെ മാർത്തോമ ദേവാലയങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള തുക ഇന്ത്യയിലേക്ക് മാത്രമല്ല അമേരിക്കയിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങായി മാറണമെന്ന ലക്ഷ്യം നിറവേറ്റി ഡാളസ് സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് ഫാമിലി സൺഡേ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ സ്നേഹം പ്രചരിപ്പിക്കുന്ന ചാരിറ്റി ഓർഗനൈസേഷനുകളെ പിന്തുണയ്ക്കുന്നതിനായി പള്ളി അംഗങ്ങൾ അവരുടെ ഒരു ദിവസത്തെ വരുമാനം സംഭാവന ചെയ്തിരുന്നു. സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് ഫാമിലി സൺഡേ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ സ്നേഹം പ്രചരിപ്പിക്കുന്ന ചാരിറ്റി ഓർഗനൈസേഷനുകളെ പിന്തുണയ്ക്കുന്നതിനായി പള്ളി അംഗങ്ങൾ അവരുടെ ഒരു ദിവസത്തെ വരുമാനം സംഭാവന ചെയ്തിരുന്നു. സംഭാവനയായി ലഭിച്ച തുകയുടെ 50% ഈ വർഷം 2 പ്രാദേശിക ചാരിറ്റി ഓർഗനൈസേഷനുകളെ പിന്തുണയ്ക്കുന്നതിനായി സംഭാവന ചെയ്തു. ഷെയറിംഗ് ലൈഫ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഒന്നിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ലാഭക്ഷയമില്ലാത്ത സ്ഥാപനമാണ്. മെസ്കിറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സാന്റാ കോപ്പ് പ്രോഗ്രാം ക്രിസ്മസ് സീസണിൽ പാവപ്പെട്ട കുട്ടികളെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി മൊസ്കിറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു പ്രോഗ്രാം ഈ 2 ഗ്രൂപ്പിന്റെ പ്രതിനിധികൾക്കും നവംബർ 1, 2 ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ലളിതമായ ചടങ്ങിൽ ട്രസ്റ്റിമാരായ എബി തോമസ്, വിനോദ് ചെയർമാനും ചെക്ക് കൈമാറി. ഡാളസിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അർഹരായ സംഘടനകളെ കണ്ടെത്തുന്ന ചുമതല ഇടവകയുടെ കമ്മിറ്റി അംഗം സോജി സ്കറിയയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ചടങ്ങിനെത്തിയ 2 പ്രതിനിധികളെയും വികാരി റവറന്റ് ഷൈജു സി ജോയ് ഇടവകയിലേക്ക് സ്വാഗതം ചെയ്തു. സോജി സ്കറിയ ഇരുവരെയും പരിചയപ്പെടുത്തി. 2 പ്രതിനിധികളും ഇടവകയ്ക്ക് നന്ദി രേഖപ്പെടുത്തുകയും ഇവയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇടവക സെക്രട്ടറി അജു മാത്യു നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.